30-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ചെന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. അതേ, പട്ടണത്തിന്റെ നടുവിൽ കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ച മൊർദെഖായിക്ക് വേണ്ടി മഹാദുഃഖവും ഉപവാസവും കരച്ചിലുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന യഹൂദാ ജനത്തിന് വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്ന എസ്തറിന് വേണ്ടി പ്രിയപ്പെട്ടവരുടെ നിലവിളിക്ക് മുൻപാകെ സർവശക്തനായ കർത്താവിന്റെ കരം അനുകൂലമായി പ്രവർത്തിച്ചുവെങ്കിൽ കലങ്ങിപ്പോയ സ്ഥാനത്ത് കലക്കവും ദുഃഖവും ഒക്കെ ഒരുപോലെ എഴുന്നേറ്റ് വന്ന ഈ അനുഭവങ്ങൾക്ക് നടുവിൽ ഇതാ ഹാമാന്യ തന്ത്രങ്ങൾ വിരോധവും വിരുദ്ധമായി നിന്ന മേഖലകളിൽ കർത്താവിന്റെ കരം തങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചുവെങ്കിൽ വിലാപത്തോടെ ആയിരുന്നവർക്ക് വേണ്ടി, അതേ ഉപവാസത്തോടും പ്രാർത്ഥനകളോടും കൂടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചതുപോലെ, അതേ പ്രിയരെ, വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ തത്തുല്യമായ വിഷയങ്ങൾക്ക് നടുവിൽ സർവശക്തനായ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമെന്ന് എത്രത്തോളം ഹാമാന്യ ശക്തികൾ നമുക്കെതിരെ ഉയർന്നാലും കുടുംബത്തെ തകർക്കുവാൻ, കുടുംബ ജീവിതങ്ങളെ തകർക്കുവാൻ, തലമുറകളുടെ ഭാവിയെ നശിപ്പിക്കുവാൻ, അതേ ദേശത്ത് നമ്മെ ഇല്ലാതാക്കുവാൻ പല വിധത്തിൽ എത്രത്തോളം തന്ത്രങ്ങൾ നിരൂപിച്ചുകൊണ്ട് മുൻപോട്ട് വന്നാലും അതിന് നടുവിൽ സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ഉപവാസത്തോടും പ്രാർത്ഥനയോടും നിലവിളിയോടും കൂടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി അതേ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഭൃത്യമായുടെ നിലവിളിക്ക് മുൻപാകെ നിന്ന് അവന്റെ വിഷയത്തിന് വേണ്ടി സൗഖ്യദായകനായി അവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ, അതേ പ്രിയരെ, നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി രട്ടിനെ അഴിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം നമ്മുടെ കൂടാരങ്ങളിൽ നൽകി തന്ന് ജയത്തോടെ നമ്മെ നടത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ആകയാൽ ഈ പ്രഭാതത്തിൽ ഏറ്റുപറ, എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കുന്ന, എന്റെ രട്ടിനെ അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിക്കുന്ന കർത്താവിനെ ആമേൻ കൂടെയുണ്ട്. എന്നെ അവൻ സഹായിക്കും, എന്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുമെന്ന്. അതെ, ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.